നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും നേരത്തെ തൊട്ടേ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചതാണ്. അതായത് വാഹനത്തിനുള്ളിലെ സ്വിച്ചുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന്, എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാമെന്ന്. കാരണം ഇത് പ്രത്യേകിച്ച് തെറ്റിപ്പോകുന്നത് ഇത് ബിഗിനേഷനാണ്. അതായത് പ്രത്യേകിച്ച് എച്ചെടുക്കാൻ പോകുന്നവർക്കും ഒക്കെയാണ്. കാരണം ലൈറ്റുകൾ ഇടാൻ പോകുന്നവർക്ക് തെറ്റിപ്പോകുന്നു, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് പലർക്കും തെറ്റിപ്പോകുന്നു, ഇടത്തും വലത്തും ഒക്കെ മാറിപ്പോകുന്നു. അപ്പം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും സ്വിച്ചിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. ഇതുപോലെ ലൈസൻസ് എടുക്കാനുള്ളവരും അതുപോലെ ലൈസൻസ് എടുത്തവർക്കും ഇതുപോലെ തന്നെ വാഹനത്തിനുള്ളിലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നത് പലരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളിപ്പം ഇവിടെയാണ് ഇൻഡിക്കേറ്റർ. പ്രത്യേകിച്ച് ഇപ്പം ഇത് പറയാൻ കാരണം ഇന്ത്യൻ വാഹനത്തിനൊക്കെ ഈ ഒരു ഭാഗത്തേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക എന്ന് ചോദിച്ചാൽ, അത് ഇതുണ്ടല്ലേ, നമ്മുടെ കൈ ഈ ഒരു രീതി വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടുമ്പം ലെഫ്റ്റിലെ ഇൻഡിക്കേറ്ററും ഇത് കണ്ടില്ലേ, നമുക്ക് ഇതിനകത്ത് തന്നെ കാണാം, മീറ്റർ കൺസോളിനകത്ത് കാണാം ഏത് ആണ് കത്തിയെന്നുള്ളത്. കണ്ട, ലെഫ്റ്റിലേക്കുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഇതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നിന്നു, കണ്ടില്ലേ, അത് നിന്നു. അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ളത് വരും. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ റൈറ്റും ലെഫ്റ്റും ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളൊരു കാരണം പലരും എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ പിടിച്ച് വെക്കും. അപ്പോൾ കിട്ടത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് മുകളിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്കും അതേപോലെ തന്നെ താഴേക്കാണെങ്കിൽ റൈറ്റിലേക്കും. ഇപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റും പാർക്കും ഒക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, നമുക്ക് ഇതിനകത്ത് ഒരു ആരോ ഉണ്ട്. ഇതിനകത്ത് ഇത് കാണാം, കണ്ടോ, ഈ ആരോ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളെ ഇവിടെ ഇങ്ങനെ ഓഫാണ് കിടക്കുന്നത്. ഈ ആരോ വന്ന് കിടക്കുന്നത് എവിടെയാട്ടാ, ഓഫിലേക്കാണ്. ഒന്ന് തിരിച്ചാൽ അത് പാർക്ക് വരും. അതേപോലെ തന്നെ ഒന്നുകൂടെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഹെഡ്ലൈറ്റ് വരും. ഇതാണ് ഇങ്ങനെ വെച്ചാൽ പിന്നെ അത് പാർക്കിലേക്ക് വരും, പിന്നെ അത് തിരിച്ചു വെച്ചാൽ ഓഫിലേക്ക് വരും. ഇതാണ് നമ്മൾ ഹെഡ്ലൈറ്റും ഒക്കെ ഇടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഇടത്തില്ലേ, അത് നമ്മൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഇങ്ങനെ താഴേക്കും മുകളിലേക്കും, ഈ താഴേക്കും മുകളിലേക്കും. അപ്പോൾ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ലൈറ്റ് ഇട്ടു, ഇത് കണ്ടില്ല, ലൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മീറ്റർ കൺസോളിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, ഒരു നീല ഇത് വരും, അതാണ് ബ്രൈറ്റ്. നമ്മളിപ്പോൾ ഡിം ആക്കാൻ വേണ്ടി പോവാണ്. ഇതാണ്, മേലോട്ട് ഞാൻ ആക്കി, കണ്ടില്ലേ, മേലോട്ടാക്കിയപ്പോൾ ആ ലൈറ്റ് കെട്ടു, കണ്ട. താഴേക്കാക്കിയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ആ ലൈറ്റ് കണ്ടു, കണ്ട, ഇത് കണ്ടോ, താഴേക്ക് വരുമ്പോൾ വീണ്ടും അതിപ്പോൾ ബ്രൈറ്റും ഡിമ്മാണ്. അപ്പോൾ ഡിം എന്ന് പറയുമ്പോൾ മുകളിലേക്കും ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ താഴേക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞത് വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് വൈപ്പർ. അപ്പം നമ്മൾ വൈപ്പർ ഓൺ ആക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ഗ്ലാസ്സിലൊക്കെ വെള്ളമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വൈപ്പർ ഇടരുത്. ഇപ്പം ഈ വൈപ്പറെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, കണ്ടില്ലേ, ഓഫും ഓണും അതുപോലെ തന്നെ കൂടുകയും കുറയുകയൊക്കെ ചെയ്തതിനായിട്ട് കാണാം, കണ്ട. അപ്പം നമുക്ക് ഇത് മുകളിൽ ഇങ്ങോട്ടാണ് ഓഫ് ആക്കിയേക്കുന്നത്. അപ്പം ഒന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളമില്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അതിനകത്ത് അടിക്കരുത്. അപ്പോൾ ഒന്നിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ട് ഇതുപോലെ ഇങ്ങനെ കണ്ണൂടെ ഇട്ട് കഴിഞ്ഞാലോ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ ഹൈ ആകുമ്പോഴോ കണ്ട് ഇങ്ങനെ ഹൈയോട്ടാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഫുള്ള് സ്പീഡിലായിരിക്കും അത് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്ന് ഓഫുണ്ട്, അതുപോലെ തന്നെ എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ലോയുണ്ട്, അതുകൊണ്ട് ഹൈ ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വൈപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. പക്ഷെ എങ്കിലും തനി എടുക്കാൻ ഒരു പേടി. വാഹനമുണ്ട് വീട്ടിൽ, ലൈസൻസും കയ്യിലുണ്ട്, അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പേടി കാരണം വാഹനം ഓടിക്കാതിരിക്കുകയാണ്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 കൊണ്ട് പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരാണ്. അതുപോലെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുമുണ്ട്. നിന്നോണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ കൂട്ടുകാരെ പറ്റുന്നില്ല, അപ്പം നിന്നോണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. പലരും ഞാനിത് പറയാനുള്ള കാരണം പലരും പിന്നെ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഈ ജില്ലയിൽ വരുമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ കേരളത്തിലാണോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നമ്മൾ ഓഫീസിൽ വിളിച്ചപ്പോൾ നിങ്ങളോട് ചോദിക്കത്തില്ല നിങ്ങൾക്ക് എത്ര വയസ്സായി, അതുപോലെ തന്നെ നിങ്ങൾ എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട്, അതുപോലെ നിങ്ങളുടെ വാഹനം ഏതാണ്, ഇതൊന്നും ചോദിക്കാറില്ല. നമുക്ക് ഇതിനകത്തൊന്നും ഇതൊരു കാരണമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് കണ്ടില്ല, നമ്മുടെ ഈ വൈപ്പറിന്റെ സൈഡിലായിട്ട് പുള്ളെന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് നമ്മളിങ്ങനെ മേളിലോടൊക്കെ പ്രസ് ചെയ്ത് കണ്ടില്ലേ, അവിടെ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം, നമുക്ക് കറക്റ്റായിട്ട് ഗ്ലാസ് വെള്ളം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ അഴുക്കൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വെള്ളം വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, വൈപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിക്കാതെ തന്നെ, ഇങ്ങോട്ടൊന്നും ആക്കാതെ തന്നെ
വെള്ളം ആ ഗ്ലാസ്സിൽ വരും. അതേപോലെ തന്നെ വൈപ്പറും കറക്റ്റായിട്ട് നമുക്ക് തുടച്ച് തരും വെള്ളം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്താക്കി ഇതുണ്ട്. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ ബോണറ്റാണ്. ഈ ബോണറ്റ് തുറന്നും വരും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് താഴെയാക്കുക, അതായത് സീറ്റിന്റെ താഴെയാക്കുക. പലരും പെട്രോൾ അടിക്കാൻ വേണ്ടിയൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഇതാണ് നമ്മുടെ ടാങ്ക് തുറക്കുന്നത്, പെട്രോൾ ടാങ്ക് തുറക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ഡിക്കി തുറക്കുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ. ഇതിലൊരു മാറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കും. പിന്നെ ശ്രദ്ധിക്കത്തില്ല, താഴെ നോക്കിയിട്ട് കാണത്തില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാറ്റൊക്കെ മാറ്റി കണ്ട ഇതിലിരിക്കുന്ന ഹസാർഡ് ലൈറ്റ് എന്ന് പറയും. ഈ ഹസാർഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ രണ്ടെണ്ണത്തും 2 ഇൻഡിക്കേറ്ററാണ് 2 സൈഡിലേക്കും ഉള്ളത്. അപ്പം നമ്മളിത് ഇത് എങ്ങനെയുള്ളിടത്താണ് ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വാഹനം ഒരു മറ്റുള്ള വാഹനത്തിൽ കെട്ടി വലിക്കുന്നു, ഇങ്ങനെ പതിയെ പോകണം, മുന്നിലൊരു ആക്സിഡൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹസാർഡ് ലൈറ്റ് ഇടേണ്ടത്. പിന്നെ ഞാൻ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. കാരണം 4 കൂടി ജംഗ്ഷനിൽ വരുമ്പോൾ സ്ട്രെയിറ്റ് പോകണമെങ്കിൽ പലരും എന്ത് ചെയ്തു, ഇത് സ്ട്രെയിറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയാണ് AC ഒക്കെ. AC ഓൺ ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലരും AC ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതാണ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. AC കുറയ്ക്കാൻ പറയുമ്പോഴത്തേന് ഇതിങ്ങനെ കുറച്ച്, ഇത് നമുക്ക് ഫാനാണ്, ഇതിങ്ങനെ ചെച്ചതിന് ശേഷം AC കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഭാഗത്ത് കിടക്കുന്നിടത്തുനിന്ന് AC കുറയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് AC കുറയ്ക്കുക. ഇത് നമ്മുടെ ഫാൻ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിന് സൗണ്ട് കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് കൂടി വരും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഫാൻ്റെ സൗണ്ട് കുറയത്തുള്ളൂ. അപ്പോൾ AC ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. അപ്പം നമ്മൾ ഈ AC കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇതേ വേണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായി, നമുക്ക് പുറത്തുനിന്നുള്ളൊരു വായു ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് തരിക കുറച്ച് നേരം. ഇങ്ങനെ ഇട്ട് തന്നെ നിങ്ങൾ AC ഇട്ടുകൊണ്ട് നിങ്ങളിങ്ങനെ ഓടിക്കരുത്. കാരണം വെളിയിലുള്ള പൊടിയും കാര്യങ്ങളും മണങ്ങളെല്ലാം ഉള്ളിലേക്ക് കയറും. നമുക്ക് നല്ല സ്ഥലങ്ങൾ വരുമ്പോൾ വായു വേണമെങ്കിൽ അകത്ത് ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് നല്ല വായു സ്വല്പം എടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിടന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിലുള്ള AC കറക്റ്റായിട്ട് നമുക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഈ ആരോട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ഇത് കണ്ട ഈ ഒരു മുട്ടിരിക്കുന്ന ഈ ആരോയിലോട്ടിരിക്കുന്നത് നമ്മുടെ തലയിലോട്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമ്മളൊരു ഇരിക്കുന്ന ഒരു ആളിൻ്റെ ഷേപ്പാണിത് സീറ്റിൽ. അപ്പോൾ നമ്മുടെ തലയിലേക്ക് ഒരാരോയുണ്ട്, അതേപോലെ തന്നെ കാലിലേക്കും ഒരാരയുണ്ട്. ഇപ്പം നമ്മുടെ കിടക്കുന്ന എങ്ങനെ കേട്ടോ, നമ്മുടെ തലയിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്കും തലയിലേക്കും വരും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാലിലേക്ക് മാത്രം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, കാലിലേക്കും തലയിലേക്കില്ല, കാലിലേക്കും പിന്നെ വേറൊരു എംബളമാണ് കാണിച്ചിരിക്കുന്നത്. അത് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത് കണ്ടില്ല, ഈ ഷീൽഡ് കണ്ടില്ല, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഷീൽഡ് ഉണ്ട്, കണ്ട ഈ ഒരു ഷീൽഡ്, അത് നമുക്ക് ഗ്ലാസ്സിലേക്കൊക്കെ അടിക്കുന്നതാണ്. ഈ 2 സൈഡിലും ഉണ്ട്. ശേഷം ഇത് കണ്ടില്ല, ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ കിടക്കുമ്പോൾ ഇത് കണ്ടില്ല, ആ ഷീൽഡിലേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അവിടെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് നമ്മുടെ ദേഹത്തോട് നല്ല നല്ല തണുപ്പ്, നല്ല മഴ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലാസ്സിലുള്ള ഫോഗൊക്കെ മാറ്റുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല തണുപ്പുകളൊക്കെ കിട്ടും. ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ AC കിട്ടും, അവിടെ ഗ്ലാസ്സിൽ ഫോഗും മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സെറ്റിന്റെ ഒരു കേസും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ പല വണ്ടിയുടെ പല രീതിയിലൊക്കെയാണ്. നമുക്ക് ഈ ഒരു വീഡിയോ തുടക്കക്കാർക്കൊക്കെ ഒരു ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ല ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടോ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.